factors help to write. Number 1, beauty of nature. Number 2, patriotism. 3, religious things. 4, improper practice. 5, main happenings. സംഗീതം മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്നു. അത് കവിതയായാലും പാട്ടായാലും. എങ്ങനെ ഒരു നല്ല കവിത അല്ലെങ്കിൽ പാട്ട് എഴുതാം? മലയാളത്തിന് ഭാവനാസമ്പന്നരായ ഒരുപാട് കവികളും പാട്ടെഴുത്തുകാരും ഉണ്ടാകുന്നുമുണ്ട്. കവിത വൃത്തത്തിലാകണം എന്ന് നിബന്ധനകളൊന്നും ഇക്കാലത്തില്ല. കവിതയ്ക്ക് ഒരു റിഥമുണ്ടാകണം. അത് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിരിക്കണം. അതിൽ ഒരു ഗുണപാഠം ഉൾക്കൊണ്ടിരിക്കണം. പാടാൻ പാകത്തിലല്ലാതെ ഗദ്യരൂപത്തിൽ എഴുതുന്നവരും ഏറെയുണ്ട്. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചും കാലഘട്ടത്തിനനുസരിച്ചുമൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. കളക്ടറും ഡോക്ടറും എൻജിനീയറുമാകാൻ മത്സരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ഇതൊക്കെ അന്യം നിൽക്കാതിരിക്കാൻ വരും തലമുറ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും എഴുത്തുകാർ സമൂഹത്തിൽ ഉണ്ടാകണം. ജീവിതാനുഭവങ്ങളും പ്രകൃതിയോടുള്ള ഇഷ്ടവുമാണ് എന്നെ എഴുത്തിലേക്ക് നയിച്ചത്. ഒരു നല്ല കവിത അല്ലെങ്കിൽ പാട്ട് എഴുതാൻ പല ഘടകങ്ങളും നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഒന്നാമത്, പ്രകൃതിയുടെ മനോഹാരിത നമ്മുടെ മനം കവരണം. ഉദാഹരണത്തിന് വെള്ളച്ചാട്ടം, മഴ, പൂക്കൾ, പുഴകൾ, സൂര്യൻ, രാത്രി, ഇവയൊക്കെ നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു പാട്ടിന് കവിതയ്ക്ക് വേണ്ട എല്ലാം പ്രകൃതി നമുക്ക് കൈനീട്ടി നൽകുന്നു. പദസമ്പത്ത് ഉണ്ടാകണമെന്ന് മാത്രം. അതിന് നമ്മൾ നന്നായി വായിക്കണം. 2, രാജ്യസ്നേഹം. ലോകത്തെ തന്നെ സ്നേഹിക്കണം. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. 3, മതപരമായ കാര്യങ്ങളിൽ വീക്ഷണം ഉണ്ടായിരിക്കണം. അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിക്കണമെങ്കിൽ സാമൂഹികമായ അവബോധം ആർജിക്കണം. സമകാലീന സംഭവങ്ങൾ, വാർത്താപ്രാധാന്യമുള്ള സംഭവങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നമ്മളുടെ എഴുത്തുകാരെ പരുവപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. എഴുതാൻ ആഗ്രഹമുള്ളവർ എഴുതി തുടങ്ങിക്കോളൂ. ഗുഡ് ലക്ക്.